ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ചലഞ്ചാണ്. ഗൈസ്, ചലഞ്ചിന്റെ പേര് പറഞ്ഞു ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച്. ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് യൂസിംഗ് വൺ ഹാൻഡ്. ഓ, അങ്ങനെയാണ്. അതൊരു പേരാ? അഴുക്ക്, വലിയ പേര്. ആ പേരൊക്കെ തിരിച്ചു പറഞ്ഞപ്പോ അത് ചെറിയ പേരായിരുന്നേ. എനിക്ക് എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചലഞ്ചാണിത്. അത് ശരിയാ കേട്ടോ ഗൈസ്. എന്ന് വെച്ചാല് ഐസ്ക്രീം ഞാൻ കണ്ടുപിടിച്ചതാ. ഓക്കെ, ഐസ്ക്രീം എത്ര കിട്ടിയാലും ഒക്കെ തേതില്ല ഗൈസ്. അത് പൊക്കോളും. എവിടെ പോയിരിക്കുന്നു എനിക്ക് റൂൾ ഉണ്ട്. എന്റെ കാര്യമാണ് എനിക്ക് ഡൗട്ട് ഗൈസ്. ഐസ്ക്രീം വന്നിട്ട് ഞാൻ പറയാം. എന്തുവാ നമ്മുടെ ചലഞ്ചിന്റെ റൂൾ ഉണ്ട്. വേറൊരു കാര്യം പറയാൻ സമ്മതിക്കില്ല ഗൈസ്. ഓടി നീന്റെ റൂള് പറ. ഐസ്ക്രീം വന്നതിന് ശേഷം പറയത്തുള്ളൂ, എന്നാലേ നിങ്ങൾ പെടത്തുള്ളൂ. ചലഞ്ച് കുറച്ചു മുന്നല്ലേ ഞാൻ പറഞ്ഞേ. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടല്ലോ, ഒരു കൈ ഉപയോഗിച്ച ഐസ്ക്രീം കഴിക്കും. ട്വിസ്റ്റ് ഉണ്ട്. ഇനി മാറ്റി കളിക്കല്ല ജാനു. ഐസ്ക്രീം വരട്ടെ അല്ലേ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല, 1 2 3 4 5 6 6 ഐസ്ക്രീം. ആറ് ഐസ്ക്രീമാണ്. സെയിം തന്നെ പൊന്നാട പേര്. ഒരു മാംഗോ ബാർ ഉണ്ട്, പിന്നെ ഒരു ചോക്കോ ബാർ ഉണ്ട്, പിന്നെ കോണിന്റെ വലിയ ഒരെണ്ണമുണ്ട്, ഇത് ബട്ടർ സ്കോച്ചിന്റെ, പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ചെറുതുണ്ട്, പിന്നെ ഇതിന്റെ പേരെന്താ പറയുന്നത് എനിക്കറിയത്തില്ല, സൺഡേയോ അങ്ങനെ എന്താണ് പറയുന്നത്. ഇതെനിക്ക് പക്ഷേ ഇഷ്ടമല്ലാത്ത ഐസ്ക്രീം, കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഐസ്ക്രീം ഇതാ. പിന്നെ ബോൾ ഐസ്ക്രീം ഉണ്ട്. നമ്മൾ വേറെ കുറെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അതെ 2 സ്റ്റിക്കും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ട്വിസ്റ്റ് പറയട്ടെ. താല്പര്യം കണ്ട ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തിന്നാൻ പോലെ പഴകഞ്ഞി കുടിച്ച പോലെ ഇരിക്കാതെ. അപ്പോ പിന്നെ ഏത് കൈയാ വാക്ക്? വലത് കൈയല്ലേ? ഞാനും വലത് കൈ. എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് വലത് കൈ യൂസ് ചെയ്യാതെ ഇടത് കൈ മാത്രം യൂസ് ചെയ്ത് ഈ ഐസ്ക്രീംസ് കഴിക്കും. ഓൺലി ഫോർ ഇടത് കൈ ആൻഡ് വായ. വലത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഇടത്തെ കൈ കൊണ്ട്. അമ്പുവിനെ നാത്തുവിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ ഭയങ്കര അലയും ബഹളമൊക്കെയാ. എത്ര നേരം ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കും. ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ പകുതി കഴിക്കുമ്പോൾ തന്നെ ആള് പടിയാവും. അപ്പൊ ഇത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആദ്യം ആരാണ് കഴിച്ചു തീർക്കുന്നത് അവര് വിജയിക്കുന്നതാണോ? അത് എന്തായാലും തരുമോ നീ? ഓക്കെ, നമുക്കൊരു അങ്ങനെ ഒരു ചലഞ്ച് കൂടെ വെച്ചാലോ? എന്തുവാ, ഒരു 500 രൂപ തരുമോ? അപ്പൊ ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ്. ഞാൻ പറഞ്ഞേക്ക് 500 രൂപ തരും. ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് 500 രൂപ തരണം. സാധനം ഐസ്ക്രീം ആണെന്ന് ഓർക്കണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണം, ഏത് വേണേലും എടുത്ത് കഴിക്കാം. പലതൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. ശരിയാവില്ല. കട്ടൈസ്. ഇത്രക്ക് വേണ്ടായിരുന്നു. എന്നോട് ചതിയോ? പിന്നെ ഡിവിഷൻ നോക്കട്ടെ, അവിടെ വൈറ്റ് ഉണ്ട്. സൂപ്പർ സ്പീഡ് ഐസ്ക്രീം ആട്ടോ. സംസാര ശേഷി നഷ്ടപ്പെട്ടു. അയ്യോ, ശരിക്കും ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു സാധനം ആർത്തിയോടെ കഴിക്കുന്നു. നമ്മൾ ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഷാർജ ഒക്കെ പെട്ടെന്ന് വലിച്ചു കയറ്റിയ തലക്കത്ത് കയറി ഇതാവത്തില്ലേ? അധികം കുടിക്കേ. ഞാൻ ചവച്ച് തിന്നുവാ. എന്റെ ഒരു പവറൊക്കെ പോയി.
ഈ കേസേ പറ്റില്ലയോ ഗൈസ്? അപ്പൊ എന്റെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് തീർന്നിട്ടുണ്ട് ഗൈസ്. മാംഗോ മാക്സ് ഐസ്ക്രീം. ഓ മാക്സോ? ഞാൻ മാംഗോ ബാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ കഴിക്കുന്നു. കൈയൊക്കെ തിന്നോ? ചോക്കമാർ മെൽറ്റായി. മോൻ തുളയ്ക്കാൻ പറ്റുമോ? ടേസ്റ്റ് ശരിക്കും നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ? പൊന്നാളി ശരിക്കും ഐസ്ക്രീം എത്ര കിട്ടിയാലും എത്ര എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഇച്ചിരി ടഫാ. ഞാൻ പേപ്പർ തരത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ തീർന്നേ. മാംഗോ ബാർ അടിപൊളിയായിരുന്നു, പക്ഷെ ചോക്കോബാർ അത്രയ്ക്ക് ഇങ്ങോട്ട് പോരാ. എന്താ നീ എന്താ കാണിച്ചാൽ തെറ്റുണ്ടോ? ഇവിടൊക്കെ വീണ് നടക്കാം. ആവശ്യ സമയത്ത് വിളിച്ചാൽ വരത്തുമില്ല. ഇത് ആ കവറുള്ള പേപ്പർ ഉള്ളത് വരെ ഞാൻ വടിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ പല്ലിന്റെ കാര്യം തീരുമാനമായി. എനിക്ക് ഒപ്പിറ്റ് ചെയ്യാൻ വരുന്നു. ഇത് പിരിഞ്ഞു പോയാൽ തോന്നുന്നു. ആണോ? അല്ല രസമുണ്ട്. അയ്യോ ടിഷ്യൂ കൂടെ എടുത്തോ? വിട്ടു കൊടുക്കാൻ പാടില്ല. എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. അയ്യ എനിക്കിത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എത്ര കഴിച്ചു? അപ്പം എൻ്റെ ഒരു ഫോണും ഒരു മാംഗോ ബാറും തീർന്നു ഗൈസ്. ഇത് പറ്റുന്നില്ല കേട്ടോ. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നത്. നല്ലതാണോ? നല്ലതും പലതും തിരിച്ചറിയാൻ പറ്റുന്നതാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറ. സത്യം പറഞ്ഞ ഇതാ കൊള്ളാത്തത്. ഇതൊട്ടും കൊള്ളാത്ത കേട്ടോ. ആദ്യം കഴിച്ചില്ലല്ലോ. ചോക്കബാർ വെച്ചേ. ചോക്കബാർ ഇത് കൊള്ളാം ഗൈസ്. കൈപ്പിന്റെ കൈപ്പ് കൈ പോകുന്നു. വളരെ കൈ പോവാണ്. എന്താ കവറേ? ഒന്ന് ഇളകി വാ കവറേ. പേപ്പറാണ് തിന്നുന്നത് ഐസ്ക്രീമാണ് തിന്നു വെച്ചാൽ എനിക്കത്തില്ല. എല്ലാം അവിടെ കടിച്ച് തിന്നുവാ. ഇതിന് വല്ലാത്തൊരു ചലഞ്ചായി. ഇപ്പൊ ഞാനാണല്ലോ കണ്ടുപിടിച്ചത്. $500 എന്റെ കിളി പോയി. അങ്ങോട്ടും നോക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒട്ടും ഇഷ്ടമല്ല. ഈ കയ്പിന്റെ അംശമുള്ള ഇത് നമ്മൾ വിട്ടു. കേട്ടോ ഇതോ ഒന്നാമത് എനിക്ക് എത്ര ഇനി ഇത് അഴിയതാന്ന് പറഞ്ഞാൽ ഏത് കൈ വെച്ചാണ് ഇയാൾ ഇടിക്കുകയൊക്കെ ചെയ്തേ? ക്യാമറ എല്ലാം കാണുന്നുണ്ടോ? നോക്കാൻ
ഇപ്പൊ ഞാൻ ടേസ്റ്റിന് കുഴപ്പമില്ലാതെ തോന്നുന്നോ. ആദ്യം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ശരിയായിട്ട് കൊള്ളത്തില്ല. അത് പോയതാന്ന് തോന്നുന്നു, എക്സ്പയർ ആയതെന്ന്. അതേ ഞാൻ ഇത് ചോദിച്ചേ. ഒന്നും ഞാൻ തിന്നുക. എനിക്കിത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ മോൾ ഭാഗം പറ്റ പോയതുപോലെ. ഇത് സ്കിപ്പ് അടിക്കാൻ പറ്റൂടാ? സ്കിപ്പ് അടിക്കാൻ പറ്റുമോ? എന്നുവെച്ചാ കളയാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? പക്ഷെ തോക്കുമല്ലോ. വെച്ചിട്ട് പിന്നെ കഴിച്ചു. വെച്ചിട്ട് പിന്നെ കഴിക്കും. വേറെ കഴിക്കും. എനിക്ക് 3 ആംഗിൾ ഉണ്ടോ? കട്ടിലൊന്നും ആകല്ലേ. ഈ കുഞ്ഞിനെ കത്താവോ കട്ടില്ല. നാളെ നടക്കാൻ പോകുന്നു. അവിടെ നിന്ന് ചാടിപ്പത്ത് കയറ്റും. ആവശ്യം അങ്ങ് ക്ഷയിച്ചു. വേറെ ഇത് കഴിക്കുന്നതാണ് ഹെവി ടാസ്ക്. ചോക്കോബാർ അത് കൊള്ളാം. ചോക്കോബാർ കഴിക്കണോ? എന്താ പറയുന്നത്? ആ കടലുണ്ടാകുന്ന മൊത്തം ഐസ്ക്രീം പോയതാണോ? ഇനി വേറെ ചോക്കോബാർ കൊള്ളത്തില്ല, അഴുകി കൊടുത്ത എന്റെ കൈ പോകാൻ ശ്രദ്ധിക്കുന്നു. തിന്നാതെ മൂടി പോയില്ല. എന്റെ വായന എന്നത് പ്രശ്നം കേട്ടോ. ഇത് ഞാൻ എങ്ങനെ കഴിക്കും? സ്പൂൺ വെച്ച് കഴിക്കാൻ നടക്കില്ല. അതെന്ത് പരിപാടിയാ? വെള്ളം കേരളത്തിലെ 10-15 ഐസ്ക്രീം അത് ഫിനിഷ് ആക്കണം. ഞാൻ മെൽറ്റ് ആയിട്ട് കുടിച്ചാൽ അല്ലേ റിസ്കിയേ. കിട്ടുന്നില്ല. അതൊരു ചോറുണ്ടല്ലോ അല്ലേ. പോയി പൊന്നാട്ടിനി ഇപ്പൊ കഴിക്കുന്നതെല്ലാം എക്സ്ട്രാ ആണ്. ഇങ്ങനെയുണ്ട്. കംപ്ലീറ്റ് കഴിച്ചു എനിക്ക് നീ അത് തീർത്തിട്ട് തുടങ്ങിയ ഐസ്ക്രീം ഈറ്റിംഗ് ആണെങ്കിലും ഇതിപ്പോ ഈറ്റിംഗ് അല്ല നടക്കുന്നതെന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റില്ലയോ? കയ്യിലൊക്കെ എങ്ങനെ വന്നേ? തെറിച്ചു. കഴിച്ചേ കഴിച്ചത് ഇത്രയും പാടാ. പിന്നെ അപ്പുറത്തേന് എന്തോ അല്ലെങ്കിൽ അടുത്തത്. അതിന്റെ തീർന്നേട്ടോ. എന്റെ തീർന്നേ, നിങ്ങളുടെ തീർന്നില്ല. കഴിഞ്ഞടി. ഇതിപ്പോ എടുക്കാൻ തിരിച്ചറിയാം. ഇവള് മറ്റേ ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും കഴിക്കത്തില്ല. കളയാൻ പാടില്ല, കഴിക്കണം. ഞാൻ കഴിക്കോ? പൊട്ടിച്ചേരുവോ? അത് വേണ്ടതില്ല. ഞാനും പൊട്ടിച്ചാടി പൊട്ടിച്ചാടി എടി ഇതൊന്നും ഇത് പൊട്ടുന്നില്ലേ? അയ്യോ എനിക്കത്
അടിക്കായിരുന്നില്ലയോ? അത് ഞാൻ അറിഞ്ഞില്ല. സദ്യ കഴിക്കുന്ന ദുഷ്ടൻ. മാറ്റി കൈ മാറ്റി. അയ്യോ അയ്യോ എനിക്ക് എന്റെ 500 രൂപ. ഞാനത് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ടൂട്ടി ഫ്രൂട്ടി ഞാൻ എന്തിനാ തിന്നുന്നത് എനിക്കറിയത്തില്ല. ശരിക്കും കൊള്ളമായിട്ടുണ്ട്. കൊളം. വാട്ട്സ് ദിസ്? പൊന്നെ ഫുള്ള് ഫിനിഷ് ചെയ്തു. എനിക്ക് ഈ ഒരു ഐസ്ക്രീം ബാലൻസ്. അങ്ങനെ ഞാൻ അയ്യോ ഈ ആ പന്ന ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണല്ലോ കയറി വരുന്നത്. ഞാൻ ഈ ചലഞ്ചിൽ ഇല്ല. നീ പറഞ്ഞ ഞാൻ പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ള അതേ ഉള്ളു ഗൈസ്. അപ്പൊ പൊന്ന വെച്ച ചലഞ്ചില് ഞാൻ ബീൻ ഇല്ല. നീ വിളിക്കണം. നീ ഇത് അറിയണം. അല്ല നീ ഇത് കേൾക്കണം. ഞാൻ ബീൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഐസ്ക്രീമിന്റെ ഒന്നും ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ ഈ പല പല സാധനങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോ ഉണ്ടാവുന്ന ശരിക്കും. പക്ഷെ എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് ഐസ്ക്രീം കുപ്പി ഒന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം മേടിച്ച് കഴിച്ചാൽ മതി. എനിക്ക് ഇനി പറഞ്ഞു ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാനോ പൈസ പൈസ ഞാൻ തരും. പൈസ ഞാൻ ജിപേ ചെയ്ത് തരും. ജിപേ ചെയ്ത് തരും. എന്റെ ഫോൺ എടുക്കും. ഗൈസ് അപ്പൊ പൊന്ന കൊണ്ടുവന്ന ചലഞ്ചിന് ഞാൻ അടിപൊളിയായിട്ട് വിൻ ചെയ്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ മൊത്തം തീർത്താലും നീ രണ്ടെണ്ണത്തിൽ നിൽക്കുന്നു. ഞാനും ഒട്ടും പ്രശ്നം. കാരണം ഐസ്ക്രീം അത്രയൊന്നും എനിക്ക് പോകത്തില്ല. ഞാൻ പറയും മധുരം എനിക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഒട്ടും പോകത്തില്ല. ചോക്ലേറ്റ് കേട്ടത്തില്ല. ഡയറി മിൽക്ക് പോലും കഴിക്കത്തില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ട 500 രൂപ ഞാൻ കാരണം വെറുതെ പോകും. ഗൈസ് അടുത്ത വീഡിയോ ഇവിടെ എനിക്ക് ജിപേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയും ഗൈസ്. ഞാൻ ഇപ്പൊ തന്നെ ചെയ്ത് തന്നേക്കാം. ചിണുങ്ങിയൊക്കെ അമ്പിട്ടം വന്നിട്ടുണ്ട്. അമ്പിട്ടിന് കൊടുക്കാതെ ഞങ്ങൾ ഐസ്ക്രീം ഇല്ലാണ്ട് ഐസ്ക്രീം തിന്നാ എന്റെ അടുത്ത് ആക്കടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കും. ചെയ്യാനായിട്ട് താല്പര്യമുള്ള ചലഞ്ചസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം.